ചരിത്രത്തിലും സാംസ്കാരിക സവിശേഷതകളിലും വേറിട്ട് നിൽക്കുന്ന ഈസ്റ്റ് യൂറോപ്യൻ രാജ്യമാണ് റൊമേനിയ. സോവിയറ്റ് കാലത്തെ അടിച്ചമർത്തലുകൾക്കും വികസന മുരടിപ്പിനു ശേഷം പുരോഗതിയുടെ പടവുകൾ കയറുന്ന റൊമേനിയ വിനോദസഞ്ചാര രംഗത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. റൊമേനിയയിലെ സവിശേഷ സാംസ്കാരിക മേഖലയായ ട്രാൻസിൽവാനിയയെ അടുത്തറിയാൻ കഴിയുന്ന ബ്രാസോവ് നഗരത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സിറ്റി ടൂർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യവും ഈ നഗരത്തിന്റെ പ്രത്യേകതകളാണ്. അതോടൊപ്പം കാർപാത്യൻ മലനിരകളുടെ അഭൗമമായ പ്രകൃതി ഭംഗിയും കൂടി ചേരുമ്പോൾ ബ്രാസോവ് നഗരം ഓരോ സഞ്ചാരിക്കും വേറിട്ടൊരു അനുഭവമായി മാറുന്നു. പോകാം ബ്രാസോവിന്റെ മനോഹര കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ബ്രാസോവ് നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം കൗൺസിൽ സ്ക്വയർ, തുടർന്ന് ബ്ലാക്ക് ചർച്ച്, അടുത്തതായി റോപ്പ് സ്ട്രീറ്റ് ആൻഡ് കാതറിൻസ് ഗേറ്റ്, പിന്നെ റിപ്പബ്ലിക് സ്ട്രീറ്റ്, തുടർന്ന് നിക്കോളെ ടിറ്റുലെസ്ക്യൂ പാർക്ക്, അവിടെ നിന്നും പൊയ്യാന ബ്രാസോ, അടുത്തതായി ബ്രാൻ കാസിൽ, അവസാനമായി പെലേസ് കാസിൽ. കൗൺസിൽ സ്ക്വയറിൽ നിന്നും ഈ യാത്ര ആരംഭിക്കാം. ബ്രാസോവ് നഗരം രൂപപ്പെട്ടുവന്ന കാലത്ത് ചന്ത പ്രവർത്തിച്ചിരുന്ന ഇടം. നഗരം വികസിച്ചു വന്നതും ഈ ചത്തുരം കേന്ദ്രീകരിച്ചായിരുന്നു. ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് മുതൽ ചത്തുരം നിലനിന്നിരുന്നുവെന്നാണ് കണ്ടെത്തൽ. 15-ാം നൂറ്റാണ്ടിലാണ് ഇവിടം ഭരണസിരാ കേന്ദ്രം കൂടിയായത്. അന്ന് നിർമ്മിച്ച ടൗൺ ഹാൾ മന്ദിരമാണ് ചത്തുരത്തിന്റെ മധ്യത്തിലായി കാണുന്നത്. മധ്യകാലത്തെ റൊമേനിയൻ ആർക്കിടെക്ചറിനെയും സാംസ്കാരിക സവിശേഷതകളെയും ഓർമ്മിപ്പിക്കുന്ന സ്മാരകം കൂടിയാണിത്. ഇപ്പോൾ ഓൾഡ് ടൗൺ ഹാളിനെ ഒരു ഹിസ്റ്ററി മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. ബ്രാസോവിന്റെ നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗൈഡ് ടൂറുകളുടെ ഭാഗമായാൽ കാണുന്നതിനപ്പുറം ഒട്ടേറെ കഥകൾ ഗൈഡുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്യും. നഗരത്തിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ക്വയറാണിത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ രാജകീയ വിളംബരങ്ങൾ വായിക്കപ്പെട്ടിരുന്നതും ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിരുന്നതും ഇവിടെ വച്ചാണ്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച പോരാട്ടങ്ങൾക്കുമെല്ലാം ഇവിടം വേദിയായിട്ടുണ്ട്. ഇന്ന് നഗരവാസികൾ സൗഹൃദം പങ്കിടാനും സമയം ചിലവിടാനുമെല്ലാം ഒത്തുകൂടുന്ന ഇടമാണിത്. സായാഹ്നങ്ങളിൽ സ്ക്വയറിൽ നല്ല തിരക്കുമുണ്ടാകും. അതോടെ സാംസ്കാരികമായും സ്ക്വയർ സജീവമാകും. തെരുവ് കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ആകെയുള്ള അന്തരീക്ഷം കൂടുതൽ ആസ്വാദ്യകരമാക്കും. റെസ്റ്റോറന്റുകളാണ് ആളുകൾ ഒത്തുകൂടുന്ന മറ്റൊരിടം. ജനത്തിരക്കും വൈദ്യുത വിളക്കുകളുടെ പ്രകാശത്തിൽ തിളങ്ങുന്ന ചരിത്ര നിർമ്മിതികളും കണ്ടുകൊണ്ട് ഇവിടെ ആവോളം സമയം ചിലവിടാം.
ഇനി കാണേണ്ടത് ബ്ലാക്ക് ചർച്ച് ആണ്. കൗൺസിൽ സ്ക്വയറിനോട് ചേർന്ന് വടക്കു പടിഞ്ഞാറെ മൂലയിലായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം. ഈ ഭാഗത്തുള്ള മറ്റെല്ലാ നിർമ്മിതികളിൽ നിന്നും വ്യത്യസ്തമാണ് ബ്ലാക്ക് ദേവാലയ മന്ദിരം. കറുത്ത നിറമാണെന്നതാണ് ഒരു കാരണം. 17-ാം നൂറ്റാണ്ടിൽ ഹാബ്സ്ബർഗ് സൈന്യത്തിന്റെ ആക്രമണത്തിനിടയിൽ അഗ്നി പടർന്നു പിടിച്ചാണ് മന്ദിരം ഈ വിധമായത്. തീയും പുകയുമേറ്റ് കറുത്തുപോയ ദേവാലയം പിൽക്കാലത്ത് ബ്ലാക്ക് ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു. 15-ാം നൂറ്റാണ്ടിലാണ് ഈ സ്ഥാനത്ത് ദേവാലയം പണി കഴിപ്പിച്ചത്. അക്കാലത്ത് വ്യാപകമായി പ്രചാരത്തിലുണ്ടായിരുന്ന ഗോഥിക് ആർക്കിടെക്ചറിലായിരുന്നു രൂപകൽപ്പന. കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും വലിയ ഗോഥിക് ദേവാലയങ്ങളിൽ ഒന്നെന്ന പ്രത്യേകത ബ്ലാക്ക് ചർച്ചിനുണ്ട്. പുരാതനത്വവും ചരിത്രപരമായ സവിശേഷതകളും പരമാവധി നിലനിർത്തിക്കൊണ്ടാണ് ബ്ലാക്ക് ചർച്ച് സംരക്ഷിച്ചിട്ടുള്ളത്. പഴമയുടെ സൗന്ദര്യവും ഗാംഭീര്യവും ഇതിൽ പ്രകടമായി കാണാനാകും. പുറമേ വളരെ ലളിതമാണ് ദേവാലയത്തിന്റെ രൂപം. വലിപ്പവും നിറവും പുറംകാഴ്ചയിൽ ദേവാലയത്തെ വേറിട്ടു നിർത്തുന്നു. എന്നാൽ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അലങ്കാരങ്ങൾ കൂടുതൽ മനോഹരമാകും. ഗോഥിക് രൂപകൽപ്പനയുടെ പ്രൗഢി കൂടുതൽ പ്രകടമാകുന്നത് ഇവിടെയാണ്. ഉയരമേറിയ പ്രാർത്ഥനാ ഹാൾ, കൊത്തുപണികൾ, ചുവർചിത്രങ്ങൾ എന്നിവയെല്ലാം ഹാളിനെ ആകർഷകമാക്കി മാറ്റുന്നു. ദേവാലയത്തിനുള്ളിലെ വേറിട്ടൊരു കാഴ്ച ഓർഗനാണ്. 4000-ഓളം പൈപ്പുകൾ കൂട്ടിയിണക്കി നിർമ്മിച്ചിട്ടുള്ള സങ്കീർണമായൊരു വാദ്യോപകരണം. ഈ ഓർഗൻ വായിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇനി കാണേണ്ടത് ഒരു രസകരമായ ഇടനാഴിയാണ്. റോപ്പ് സ്ട്രീറ്റ്. 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ മാത്രം വീതിയുള്ള ഇടുങ്ങിയ ഇടനാഴി. വഴിയുടെ ഇരുവശത്തും ബഹുനില കെട്ടിടങ്ങളുടെ ഭിത്തിയാണുള്ളത്. അഗ്നിബാധയുണ്ടായാൽ അഗ്നിശമന സേനാംഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനായി മധ്യകാലത്ത് നിർമ്മിച്ചതാണിത്. അതുപോലെ ശത്രുക്കൾ ആയുധങ്ങളുമായി ഇതുവഴി കടക്കുന്നത് തടയാൻ വേണ്ടി കൂടിയും. ബ്രാസോവിലെ മികച്ച മധ്യകാല നഗരാസൂത്രണത്തിന്റെ ഉദാഹരണമായി ഇതിനെ കണക്കാക്കാം. നഗരത്തിലെ ജൂത സമൂഹത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന സിനഗോഗാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. 2-ാം ലോക മഹായുദ്ധം വരെയായിരുന്നു ജൂതർ ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് സിനഗോഗും ഇവിടെ ചരിത്ര സ്മാരകമായി കണ്ട് സംരക്ഷിച്ചു വരുന്നു. അടുത്തതായി കാണേണ്ടത് ഒരു പഴയ നഗര കവാടമാണ്. കാതറിൻസ് ഗേറ്റ്. ഒരു കാലത്ത് നഗരത്തെ ചുറ്റി നിലനിന്നിരുന്ന സുരക്ഷാ മതിൽക്കെട്ടിന്റെ ഭാഗമായിരുന്നു ഈ കവാടം. 16-ാം നൂറ്റാണ്ടിൽ നഗരത്തിലെ നെയ്ത്തുകാരുടെ സംഘടനയാണ് പണം മുടക്കി ഗേറ്റ് നിർമ്മാണം നടത്തിയത്. തുടർന്ന് മറ്റൊരു ഗേറ്റ് പണിയും വരെ നൂറ്റാണ്ടുകളോളം നഗരത്തിലേക്കുള്ള മുഖ്യ കവാടമായി കാതറിൻസ് ഗേറ്റ് നിലനിന്നു. മധ്യകാലഘട്ടത്തിന്റെ ഓർമ്മകൾ കെടാതെ സൂക്ഷിക്കുന്ന ഒരു സ്മാരകമാണ് ഇന്നിത്. ശക്തമായ സുരക്ഷ ആവശ്യമായിരുന്ന മധ്യകാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യം, അതുപോലെ ആർക്കിടെക്ചർ എന്നിവയെല്ലാം ഈ നിർമ്മിതിയിൽ നിങ്ങൾക്ക് കാണാനാകും. വലിയ ഗേറ്റിന്റെ മധ്യത്തിലെ പ്രധാന ഭാഗം മാത്രമാണ് ഇപ്പോഴുള്ളത്. മറ്റു ഭാഗങ്ങൾ പല കാലങ്ങളിലായി തകർന്നു പോവുകയാണ് ഉണ്ടായത്. നിലവിൽ ഒരു മ്യൂസിയവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
ബ്രാസോവിന്റെ ചരിത്രം ഈ പ്രദർശനത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. അടുത്തതായി കാണേണ്ടത് നഗരത്തിലെ പ്രധാന ഹാപ്പനിംഗ് പ്ലേസുകളിൽ ഒന്നായ റിപ്പബ്ലിക് സ്ട്രീറ്റ് ആണ്. ഓൾഡ് ടൗൺ ഏരിയയിലൂടെ കടന്നുപോകുന്ന മനോഹരമായൊരു വീഥി. സ്ട്രീറ്റ് പൂർണ്ണമായും കല്ലുപാകിയിരിക്കുകയാണ്. ഇരുവശത്തും റൊമേനിയൻ പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്ന നിർമ്മിതികളും കാണാം. ദരിദ്ര രാജ്യമാണെങ്കിൽ പോലും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ വളരെ ഗൗരവത്തോടെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുക. റിപ്പബ്ലിക് സ്ട്രീറ്റ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഇവിടെ നഗരവാസികളും ടൂറിസ്റ്റുകളും ഒരുപോലെ വന്നു ചേരുന്നുണ്ട്. വാഹന ഗതാഗതം നിരോധിച്ചിട്ടുള്ളതിനാൽ തിരക്കിന്റേതായ ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാകുന്നില്ല. കാഴ്ചകൾ വേണ്ടുവോളം ആസ്വദിച്ചും അനുഭവിച്ചും നമുക്ക് സ്ട്രീറ്റിലൂടെ സാവധാനം നടന്നു നീങ്ങാം. ഇരുവശത്തുമുള്ള കെട്ടിടങ്ങളിൽ നിറയെ കച്ചവട സ്ഥാപനങ്ങളാണുള്ളത്. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളും റൊമേനിയൻ ബ്രാൻഡുകളുടെ ഷോപ്പുകളുമെല്ലാം ഇവിടെയുണ്ട്. കൂടെ ധാരാളം സുവനീർ ഷോപ്പുകളും. റൊമേനിയൻ കരകൗശല ഉൽപ്പന്നങ്ങളാണ് സുവനീർ ഷോപ്പുകളിൽ കൂടുതലും വിൽക്കുന്നത്. കാഴ്ചയിൽ അതീവ രസകരവും നിർമ്മാണ തികവുകൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് ഈ ഉൽപ്പന്നങ്ങൾ. ഫുഡ് സ്റ്റാളുകളാണ് റിപ്പബ്ലിക് സ്ട്രീറ്റിന്റെ മറ്റൊരാകർഷണം. നാടൻ വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറന്റുകളിലിരുന്ന് ഭക്ഷണവും കഴിക്കാം, തെരുവിന്റെ കാഴ്ചകളും കാണാം. തെരുവ് കലാകാരന്മാരുടെ പ്രകടനങ്ങളാണ് സ്ട്രീറ്റിലെ മറ്റൊരാകർഷണം. നൃത്തവും സംഗീതവും ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഇവിടെ അരങ്ങേറാറുണ്ട്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇനി നമുക്കൊരു ഉദ്യാനത്തിലേക്ക് പോകാം. ടിറ്റിലെസ്ക്യു സിറ്റി പാർക്ക്. ബ്രാസോവ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ചെടികൾ, മരങ്ങൾ, പുൽത്തകിടികൾ എന്നിവ നട്ടുപിടിപ്പിച്ചും ലാൻഡ്സ്കേപ്പ് ചെയ്തും പാർക്ക് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാർഡന്റെ ഓരോ കോണും കാഴ്ചയിൽ ഗംഭീരമാണ്. ബ്രാസോവ് നഗരവാസികൾ സമയം ചിലവിടാനും വിനോദത്തിനും വ്യായാമത്തിനുമൊക്കെയായി പ്രഭാതത്തിലും സായാഹ്നങ്ങളിലും പാർക്കിലെത്തുന്നു. പ്രാദേശിക ജീവിതത്തിന്റെ തനതായ സൂക്ഷ്മ ഘടകങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാനാകും. കാഴ്ചകൾ കണ്ടുകൊണ്ട് അലസമായി നടക്കുകയെന്നതാണ് പാർക്കിലെ രസകരമായൊരു ആക്ടിവിറ്റി. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ ക്ഷമയോടെ നിരീക്ഷിച്ചാൽ ധാരാളം മനോഹര ഫ്രെയിമുകൾ ഇവിടെ കണ്ടെത്താം. ദേശീയ പ്രാധാന്യമുള്ള ഒരു സെമിറ്ററിയാണ് പാർക്കിലെ വേറിട്ടൊരു കാഴ്ച. സോവിയറ്റ് കാലത്ത് ജനങ്ങളെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ള ഇടമാണിത്. റൊമേനിയൻ ജനത രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത വീരപുരുഷന്മാരായി ഇവരെ കണക്കാക്കുന്നു. ടിറ്റിലെസ്ക്യു പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രൗഢഗംഭീരമായ മന്ദിരമാണ് ബ്രാസോവ് കോർട്ട് ഓഫ് അപ്പീൽ. 1902 ഇത് നിർമ്മിച്ചത്. ഇനി കാണേണ്ടത് ഒരു വിന്റർ ഡെസ്റ്റിനേഷനാണ്. പൊയ്യാന ബ്രാസോവ്. റൊമേനിയയിലെ ഏറ്റവും പ്രസിദ്ധവും
തിരക്കേറിയതുമായ സ്കീ റിസോർട്ട്. കിഴക്കൻ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ശൈത്യകാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ശൈത്യത്തിൽ മാത്രമല്ല, ഹൈക്കിങ്ങും ഹോഴ്സ് റൈഡിങ്ങും പോലെയുള്ള ആക്ടിവിറ്റികളുമായി വേനലിലും ഇവിടം സജീവമാണ്. സ്കീയിങ്ങും സ്നോബോർഡിങ്ങുമാണ് ശൈത്യത്തിലെ പ്രധാന വിനോദങ്ങൾ. പരിചയസമ്പന്നർക്കും സ്കീയിങ് പരിശീലിച്ചിട്ടില്ലാത്തവർക്കും വേണ്ട സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. സ്കീയിങ് പരിചയമില്ലെങ്കിൽ വിദഗ്ധരായ ട്രെയിനർമാർക്കൊപ്പം പരിശീലിക്കാം. സ്കീയിങ്ങിൽ വൈദഗ്ധ്യമുള്ളവർക്ക് പല ലെവലിലുള്ള ട്രാക്കുകൾ റിസോർട്ടിൽ സജ്ജമാണ്. കൂടുതൽ സാഹസികത ആഗ്രഹിക്കുന്നവർക്ക് ക്രോസ് കൺട്രി സ്കീയിങ്ങിലും ഏർപ്പെടാനാകും. ശൈത്യത്തിൽ വിന്റർ ആക്ടിവിറ്റികളാണെങ്കിൽ വേനലിൽ സുഖവാസവും ഹൈക്കിങ്ങും ആസ്വദിക്കാനാണ് പൊയ്യാന ബ്രാസോവിലേക്ക് ആളുകൾ എത്തുന്നത്. സമീപത്തെ പർവ്വതനിരകളിലേക്കും കൊടുമുടികളിലേക്കും ഗൈഡുകൾക്കൊപ്പവും അല്ലാതെയും അഡ്വഞ്ചർ ട്രിപ്പുകൾ നടത്താം. കൂടാതെ മലമുകളിലെ ഡെസ്റ്റിനേഷനുകളിലേക്ക് കേബിൾ കാറിലും സഞ്ചരിക്കാനാകും. ഇനി നമുക്ക് ബ്രാസോവിന്റെയും റൊമാനിയയുടെയും പ്രധാന അട്രാക്ഷനായ ഡ്രാക്കുള കാസിൽ എന്ന ബ്രാൻ കാസിലിലേക്ക് പോകാം. നഗരത്തിൽ നിന്ന് 30 കിലോമീറ്ററോളം അകലെയുള്ള ബ്രാൻ ഗ്രാമത്തിലാണ് ഇതിന്റെ സ്ഥാനം. 14-ാം നൂറ്റാണ്ട് മുതൽ ഇതേ സ്ഥാനത്ത് ഒരു കോട്ട നിലനിന്നിരുന്നു. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള കഥാപാത്രത്തിന് പ്രചോദനമായ വ്ളാഡ് മൂന്നാമൻ പ്രഭു 15-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ജീവിച്ചിരുന്നത്. ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ട അദ്ദേഹത്തിന് ഡ്രാക്കുള പരിവേഷം കിട്ടാൻ കാരണം യുദ്ധഭൂമിയിൽ പുറത്തെടുത്ത ക്രൂരമായ പ്രവൃത്തികളാണ്. എന്നാൽ രസകരമായ മറ്റൊരു വസ്തുത ബ്രാം സ്റ്റോക്കർ ഒരിക്കൽ പോലും കോട്ടയിലോ റൊമേനിയയിലോ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച കഥാപരിസരവും കഥയും റൊമേനിയയ്ക്ക് പിന്നീട് മുതൽക്കൂട്ടായി മാറുകയാണ് ഉണ്ടായത്. ബ്രാനിലെത്തുമ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാവും. ഒരു പ്രദേശം മുഴുവനും ഡ്രാക്കുള തീമിൽ വികസിച്ചു വന്നിരിക്കുകയാണ്. സുവനീർ ഷോപ്പുകളിലും റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും എവിടെയും കാണാം ഡ്രാക്കുള റഫറൻസുകൾ. ലളിതവും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായ ബ്രാൻ കാസിൽ ഡ്രാക്കുള കഥയുടെ പേരിലാണ് ലോകമെങ്ങും പ്രസിദ്ധമായിട്ടുള്ളത്. മരങ്ങൾ തിങ്ങി നിറഞ്ഞ മനോഹരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയ്ക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ദുരൂഹ സ്വഭാവം തോന്നും. മലഞ്ചെരുവിലെ പാറക്കെട്ടിലുള്ള സ്ഥാനം ഇതിനൊരു കാരണമാണ്. പാറക്കെട്ടിന്റെ രൂപത്തിനനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ളതിനാൽ നിയതമായ രൂപഘടനയോ ഡിസൈനോ കാസിലിനില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു പരുക്കൻ ഭാവമാണ് തോന്നിക്കുക. ഡ്രാക്കുള കഥയുടെ പശ്ചാത്തലത്തിന് ഈ പരുക്കൻ രൂപം അനുയോജ്യമാകുന്നുണ്ട്. ഡ്രാക്കുള കഥയുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഒരു സാധാരണ കാസിൽ പോലെയായിരുന്നു കോട്ട എക്കാലത്തും നിലനിന്നിരുന്നത്. പ്രദേശത്തെ പ്രഭുക്കന്മാരും റൊമേനിയൻ രാജകുടുംബങ്ങളുമൊക്കെയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ചരിത്ര സംബന്ധമായ ഒട്ടേറെ കാഴ്ചകൾ കോട്ടയിൽ കാണാനുണ്ട്. പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവിടം ഇപ്പോഴൊരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. പല നിലകളിലായി നിരവധി മുറികൾ ഉൾപ്പെടുന്നതാണ് ബ്രാൻ കാസിൽ. ഇടുങ്ങിയ സ്റ്റെയർ കേസുകളിലൂടെയും മുറികളിലൂടെയും കടന്നു പോകുമ്പോൾ ഡ്രാക്കുളയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നുവരും. എങ്കിലും നോവലിൽ പരാമർശിക്കുന്നത് പോലത്ര ഭീകരത ഇവിടെ ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഷോപ്പിംഗ് ആണ് ബ്രാൻ പട്ടണത്തിലെ വ്യത്യസ്തമായ മറ്റൊരു ആക്ടിവിറ്റി.
കാസിലിലേക്കുള്ള വഴിയിൽ നിരവധി ഷോപ്പിംഗ് വില്ലേജുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. റൊമേനിയൻ ഗ്രാമങ്ങളിൽ നിർമ്മിച്ച തനത് കരകൗശല വസ്തുക്കൾ ഇവിടെ നിന്നും വാങ്ങാനാകും. അവസാനമായി നിർമ്മാണം കൊണ്ട് ഗംഭീരമായൊരു ദുർഗം കാണാൻ പോകാം. പെലേസ് കാസിൽ യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ രാജകീയ വസതികളിൽ ഒന്ന്. കാർപാത്യൻ പർവ്വതനിരകളുടെ സൗന്ദര്യവും വാസ്തുവിദ്യാ മികവും ഈ നിർമ്മിതിക്ക് ഒരുപോലെ ചാരുത പകരുന്നു. ബ്രാസോവ് നഗരത്തിൽ നിന്നും 50 കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര തന്നെ രസകരമായ അനുഭവമാണ്. പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ ഭാവനാ ചിത്രം പോലെ പെലേസ് കാസിലും. വാസ്തുവിദ്യാപരമായി പെലേസ് കാസിൽ ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. നിയോ റിനൈസൻസ് ആർക്കിടെക്ചറിലാണ് ഡിസൈൻ. അകത്തും പുറത്തുമെല്ലാം ഓരോ കോണും അലങ്കാര സമൃദ്ധമാണ്. കൊത്തുപണികൾ, സ്റ്റെയിൻ ചെയ്ത ജാലകങ്ങൾ, ശില്പങ്ങൾ എന്നിവയെല്ലാം ഈ നിർമ്മിതിക്ക് ഭംഗി പകരുന്നു. ചരിത്രപരമായും വലിയ പ്രാധാന്യമാണ് പെലേസ് കാസിലിനുള്ളത്. റൊമേനിയൻ രാജഭരണകാലത്തിന്റെ ഓർമ്മകൾ ഈ കാസിലിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ, ഫർണിച്ചറുകൾ, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ മറ്റുപകരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. റൊമേനിയൻ നഗരമായ ബ്രാസോവിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. ട്രാൻസിൽവാനിയ മേഖലയുടെ മനോഹാരിതയും സാംസ്കാരിക സവിശേഷതകളും ഒരുപോലെ ഒത്തുചേർന്നൊരു നഗരം. അതോടൊപ്പം സുഖകരമായ കാലാവസ്ഥയും കൂടിയാകുമ്പോൾ ബ്രാസോവ് നഗരം ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ മായാത്ത ഓർമ്മകളുമായി നിലനിൽക്കും.